ജോധ്പൂർ മഹാറാണി നമ്മുടെ ടൗൺ സന്ദർശിക്കുന്നു. അവർക്ക് രാജോചിതമായൊരു സ്വീകരണം കൊടുക്കണം. നമുക്ക് എന്തു പറയുന്നു? അത് അപകടമല്ലേ സാർ? ജനശ്രദ്ധ നമ്മുടെ നേരെ തിരിയും, പുറകെ പോലീസിന്റെയും. നമ്മുടെ തൊഴിലിൽ നീ ഇന്നും ഒരു കൊച്ചു കുഞ്ഞാണ്. സ്വീകരണമെന്ന് ഞാൻ പറഞ്ഞത് മഹാറാണിയെ സാധാരണക്കാരിയായി മാറ്റാനുള്ള ഏതടവ്? കറക്റ്റ്. രാജാധികാരം പോയെങ്കിലും ഉത്തരേന്ത്യയിലെ സമ്പന്ന രാജകുടുംബങ്ങളിൽ ഒന്നാണ് ജോധ്പൂർ. നഗരത്തിലെ ഏറ്റവും വലിയ ക്ലബാണ് മഹാറാണിക്ക് സ്വീകരണം നൽകുന്നത്. ഇത്തരം സ്വീകരണങ്ങളിൽ മഹാറാണി ഒരു നെക്ലസ് അണിയാറുണ്ട്. വിലമതിക്കാനാവാത്ത വൈരങ്ങൾ പതിച്ച ആ നെക്ലസ് അടിച്ചെടുത്താൽ രമേഷ് പറഞ്ഞതുപോലെ മഹാറാണി സാധാരണക്കാരിയായ വെറും റാണിയായി മാറും. മഹാറാണിക്ക് എപ്പോഴും പ്രൈവറ്റ് ബോഡി ഗാർഡ്സ് ഉണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ചതടിക്കണം. രമേശിന് ഞാൻ തരുന്ന ആദ്യത്തെ ജോലി എന്താ? ഒരു കൈ നോക്കിക്കൂടെ? ആ നെക്ലേസിനെ പറ്റി അല്പം പഠിക്കണം. ജോധ്പൂർ രാജകുടുംബത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്താൽ മതി. കൽക്കട്ട നാഷണൽ ലൈബ്രറിയിൽ അവ കിട്ടും. പഠിച്ച കള്ളൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിനു വേണ്ടി എന്ത് ചെലവ് ചെയ്യാനും ഞാൻ റെഡി. എങ്കിൽ ഞാനും റെഡി. രമേശ്, ഇത് അപകടമല്ലേ? ജീവിതം തന്നെ ഒരു അപകടമല്ലേ? ഈ സംഘത്തിലെ ഒരു അംഗമായ രജനി ഇങ്ങനെ പറഞ്ഞാലോ? മനസ്സോടെ ഇവിടെ വന്നതല്ല, എന്റെ വിധി. എന്നെപ്പറ്റി പറയാനല്ല ഞാൻ രമേശിന്റെ പിന്നാലെ വന്നത്. ഈ മോഷണത്തിന് ഇറങ്ങരുന്നല്ലേ രജനി പറഞ്ഞു വരുന്നത്? അതെ, ഞാൻ വാക്ക് കൊടുത്തുപോയി. രമേശ് പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്, അത് മറക്കണ്ട. രമേശിന്റെ പടം വരാത്ത ഒറ്റ പത്രം പോലും ഇവിടില്ല. പുറത്തിറങ്ങുന്ന അടുത്ത നിമിഷം അകത്താവും. ഇല്ല രജനി, രജനി ഓന്തിനെ കണ്ടിട്ടില്ലേ? പരിസരമനുസരിച്ച് നിറം മാറുന്ന ജീവി. ഓന്തിന്റെ ചില്ലറ വേലകളൊക്കെ എനിക്ക് പറയാം. പറഞ്ഞാൽ കേൾക്കാൻ മാത്രം ഞാൻ രമേശിന്റെ ആരുമല്ല. എന്നാര് പറഞ്ഞു? എനിക്കൊന്നും സംഭവിക്കാതെ നോക്കിക്കോളാം രജനിക്ക് വേണ്ടി. രമേശിന് സഹായമാവുമെങ്കിൽ ഈ ഉദ്യമത്തിൽ എന്നെയും സഹകരിപ്പിക്കൂ.